ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ദേഷ്യം വന്നാൽ അത് അടക്കി ഒതുക്കി പിടിച്ച് നിയന്ത്രിക്കുക എന്നുള്ളത് വലിയൊരു കഴിവാണ്. എല്ലാ നന്മയ്ക്കുമുള്ള കാരണമായിരിക്കും അത്. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഔസിനി നബിയെ, എനിക്ക് എൻ്റെ ഇഹലോക പരലോക ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ നല്ലൊരു ഉപദേശം പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കാൻ പാടില്ല. ഫറദ്ദദ മിറാറൻ, ഒരുപാട് തവണ അദ്ദേഹം ഈ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കാൻ പാടില്ല. ഈ ഒരു സംഭവത്തിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ദേഷ്യം പിടിക്കാതിരുന്നാൽ തന്നെ എല്ലാ നന്മകളും സന്തോഷങ്ങളും ഉണ്ടാകുമെന്നാണ്. ഈസാ നബി അലൈഹിസ്സലാമിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, യാ റൂഹല്ലാഹ് അഖ്ബിർനി ബിഅശദ്ദ ശൈഇൻ ഫിദ്ദാറൈനി ജമീഅ, ഇരു ലോകത്തും ഏറ്റവും കഠിനമായ, ഏറ്റവും പ്രയാസകരമായ കാര്യം ഏതാണ് എന്ന് പറഞ്ഞു തരണം. അവിടുന്ന് പറഞ്ഞു, ഗളബുല്ലാഹ്, അള്ളാഹുവിന്റെ ദേഷ്യമാണ്. അള്ളാഹുവിന്റെ ദേഷ്യം അതാണ് വളരെ കഠിനമായത്, വളരെ പേടിയുള്ള വിഷയം അതാണ്. വീണ്ടും അയാൾ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ദേഷ്യത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന കാര്യം എന്താണ്? രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, തർക്കുൽ ഖളബ്, നീ മറ്റുള്ളവരോട് ദേഷ്യം പിടിക്കുന്നത് ഒഴിവാക്കുക. അതാണ് നിനക്ക് രക്ഷപ്പെടാനുള്ള, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, പിശാചിൽ നിന്നുള്ള, നരകത്തിൽ നിന്നുള്ള തീക്കനലാണ് ദേഷ്യമെന്ന. പരമാവധി ദേഷ്യത്തെ ഒക്കെ അടക്കി ഒതുക്കി പിടിച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഉള്ള അവസ്ഥ മാറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദേഷ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുകയാണെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ കടക്കുക, അല്പം നടക്കുക. ദേഷ്യം പിടിക്കുമ്പോൾ വുളൂ ചെയ്താൽ ദേഷ്യം പോകുമെന്നാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ദേഷ്യം പോകും. അങ്ങനെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ.